ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം സഹനമാണോ നീതിയാണോ, ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്? ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. എങ്കിലും ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ടോക്ക് തന്നെയാണ്. ബേസിക്കലി വിശ്വാസികളെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസികൾ, അവിശ്വാസികൾ. അപ്പോൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വിശ്വാസികളായവരുടെ ജീവിതത്തിൽ പല രീതിയിൽ പല പ്രോബ്ലംസ് ഉണ്ടാകും, തർക്കങ്ങളുണ്ടാകും. അതായത് സ്വത്ത് തർക്കം, അയൽക്കാരുമായി തർക്കം, അങ്ങനെ പല രീതിയിൽ ഉള്ള തർക്കങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു ബിലീവർ എന്ന നിലയിൽ എങ്ങനെ ഇത്തരം പ്രോബ്ലംസിനെ അഭിമുഖീകരിക്കണം എന്ന ഒരു ചോദ്യത്തിന് നമ്മുടെ ബൈബിളിൽ തന്നെ കൊടുത്തിട്ടുള്ള ഉത്തരം, ഈ ഉത്തരം ഞാൻ പറയുന്ന ഉത്തരമല്ല, നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ തന്നെ കൊറിന്തോസ് പുസ്തകത്തിൽ പറയുന്ന ഒരു ആൻസേഴ്സാണ്. അതായത് 1 Corinthians chapter 6 verse 1 to 11 വരെ വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ് വിശ്വാസികളോട് വളരെ അതിശയകരമായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്കിടയിൽ ഒരാൾക്ക് മറ്റൊരാളോട് വഴക്കുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ അടുക്കൽ പോകാതെ അവിശ്വാസികളുടെ അടുക്കൽ പോകാൻ നിങ്ങൾ ധൈര്യപ്പെടുന്നുവോ എന്ന് അദ്ദേഹം ഈ ഒരു വചനത്തിൽ നിന്ന് തന്നെയാണ് ആ ഒരു അധ്യായം, 6-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ. അദ്ദേഹം ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ വല്ല പ്രശ്നങ്ങളുണ്ടായാൽ, വിശ്വാസികൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായാൽ നിങ്ങൾ എവിടെയാണ് പോകുന്നത്? പോലീസ് സ്റ്റേഷനിലേക്കോ കോടതിയിലേക്കോ എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം എന്നോണമാണ് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നത്. ഇത് അദ്ദേഹം സംസാരിക്കുന്നത് കൊറിന്തോസിലെ വിശ്വാസികളോടാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു പ്രോബ്ലംസ്, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് തന്നെയാണ്. അപ്പോൾ എന്നും നമ്മൾ പള്ളിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് ബലിയർപ്പിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്ന വിശ്വാസി എന്ന് പറയുന്ന നമ്മളുടെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ എന്നല്ല, മിക്കവരുടെ ജീവിതത്തിലും പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ 3 types ഓഫ് സിസ്റ്റംസ് ഉണ്ട്. നമ്മൾക്ക് സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് സ്പിരിച്വൽ സപ്പോർട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത്, ശരിക്കും ഞാനൊരു വിശ്വാസിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഇത് പറയുന്നത്. ആദ്യത്തെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് സ്പിരിച്വൽ സപ്പോർട്ട് സിസ്റ്റമാണ്. സെക്കൻഡാണ് സൈക്കോളജിക്കൽ സപ്പോർട്ട് സിസ്റ്റം. മൂന്നാമത്തെയാണ് ലീഗൽ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് സപ്പോർട്ട് സിസ്റ്റം കിട്ടുന്നത്. ഇപ്പോൾ സ്പിരിച്വൽ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കുറവാണ് നമ്മൾ ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും പള്ളിയിൽ പോയിട്ട് പുരോഹിതന്മാരോടോ സിസ്റ്റേഴ്സിനോടൊന്നും നമ്മളുടെ പ്രോബ്ലംസ് നമ്മൾ ഷെയർ ചെയ്യുന്നത് പണ്ട് കാലത്ത് അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ആൾക്കാർ നേരെ പോകുന്നത് കോടതിയിലേക്കോ അല്ലെങ്കിൽ വല്ല സൈക്കോളജിസ്റ്റിനെയോ കാണാനായിരിക്കും ആദ്യം ഓടുക. സോ ഞാൻ ആദ്യം പറഞ്ഞു, ഒരു വിശ്വാസി എന്ന നിലയിൽ എവിടേക്കാണ് ആദ്യം പോകേണ്ടത്? ആദ്യം പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു സ്പിരിച്വൽ സപ്പോർട്ടാണ്. ഇപ്പോൾ പുരോഹിതന്മാർ തന്നെ ഇപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മൾ കാനായിലെ വിരുന്നിൻ്റെ ഭാഗം വായിച്ചുകൊണ്ടായിരിക്കും മിക്ക വിവാഹ ചടങ്ങുകളും പുരോഹിതന്മാർ ആശീർവദിക്കുന്നത്. ആ സമയത്ത് അവർ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. അതായത് നിങ്ങൾ ഒരു മൊബൈൽ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ മൊബൈലിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എവിടേക്കാണ് ആദ്യം പോവുക? തീർച്ചയായിട്ടും ആ മൊബൈൽ വാങ്ങിയ കടയിലേക്കോ അല്ലെങ്കിൽ മൊബൈൽ റിപ്പയർ ചെയ്യുന്ന കടയിലേക്കോ ആയിരിക്കും ആദ്യം പോവുക. സെയിം തന്നെയാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ആ ഒരു സ്പിരിച്വൽ സപ്പോർട്ടാണ് നമുക്ക് ആദ്യം വേണ്ടത്. സോ നമ്മളുടെ ഫസ്റ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുക മിക്കപ്പോഴും ഒരു സ്പിരിച്വൽ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ പോലും അത് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് പൗലോസ് ലീഹ ഈ ഒരു 6-ാം അധ്യായത്തിൽ അദ്ദേഹം കൊറിന്തോസ് വിശ്വാസികളോട് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ആദ്യം കോടതിയും അതുപോലെ അവിശ്വാസികളെയും ഒക്കെ ആദ്യം പോയി കാണുന്നു?
നിങ്ങൾ വിശുദ്ധരല്ലാത്തത് കൊണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വളരെ പരിഹാസ രീതിയിലാണ് ഈ ഒരു അധ്യായത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മളിൽ തന്നെയുള്ള വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ നീതിയുടെ ഒരു തകർച്ച തന്നെ, അതുപോലെ വിശ്വാസത്തിൻ്റെ ഒരു തകർച്ച തന്നെയാണ് അദ്ദേഹം ഇവിടെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് തന്നെ അത് പരിഹരിക്കാവുന്ന കഴിവ് നമുക്ക് ഉണ്ടായിട്ടും, കാരണം നമ്മൾ വിശ്വാസിയാണ്. അപ്പോൾ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിക്ക് തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കുന്ന സിറ്റുവേഷനായിട്ടും എന്തിന് നമ്മൾ ലൗകികമായ സപ്പോർട്ട്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സപ്പോർട്ട്സ് എടുക്കുന്നത് നമ്മൾക്ക് തന്നെ നമ്മളിലുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടല്ലേ നമ്മളെപ്പോഴും ഒരു എക്സ്റ്റേണൽ, അല്ലെങ്കിൽ നമ്മൾ പോയി ചില പ്രശ്നങ്ങളുണ്ടാകും, നമ്മൾ ഫ്രണ്ട്സിനെ പോയി സംസാരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നു. ഞാനൊരു വിശ്വാസിയാണെങ്കിൽ എനിക്കും എൻ്റെ ദൈവത്തിന് അത് സോൾവ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ദൈവവിശ്വാസമുള്ള ഒരു പുരോഹിതനോ ഒരു സിസ്റ്റർക്കോ അത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വിശ്വാസം, ഒരു ട്രസ്റ്റാണ് നമുക്കിടയിൽ വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും, ഇപ്പോൾ ഫാമിലിയിൽ ഒരു പ്രോബ്ലം, ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്ക് നേരെ പോയി ഒരു പുരോഹിതൻ്റെ അടുത്ത് പോയിരുന്ന് ഈ ഒരു പ്രശ്നം സംസാരിച്ച്, അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെയും കൂടി സാന്നിധ്യത്തിൽ സംസാരിച്ച് അത് തീർക്കേണ്ട ഒരു പ്രശ്നമാണ്. മിക്ക പ്രശ്നങ്ങളും അവിടെ ഒതുങ്ങി തീരേണ്ട പ്രശ്നങ്ങളാണ്. അവിടെ തീരാതെ വരുമ്പോഴാണ് നമ്മൾ മറ്റ് സിസ്റ്റംസിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനുള്ളൂ. ബട്ട് അവിടെ തീരുന്നില്ലാത്ത പ്രശ്നങ്ങളാണെങ്കിൽ അവിടെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു കൊളാപ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കഴിവ് കുറവ്, വിശ്വാസക്കുറവാണ് അവിടെ കാണിക്കുന്നത് എന്ന് ഈ ഒരു അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വിവേകമില്ലായ്മ കാണിക്കുകയാണ്. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് 1 Corinthians chapter 6 verse 2 അദ്ദേഹം പറയുകയാണ്. കാരണം വിശുദ്ധന്മാരാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധന്മാരല്ലാത്തതുകൊണ്ടല്ലേ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം, ഒരു വിശ്വാസിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അവർ മറ്റൊരു വിശ്വാസിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ശരിക്കും വിശ്വാസത്തിൻ്റെ ഒരു കുറവ് തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു ആൻസർ എന്നോണം അദ്ദേഹം പറയുന്നത് ഇത്രയാണ്: സഹനത്തിൻ്റെ നമുക്ക് സഹിക്കാൻ കഴിവില്ലാത്തത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ സഹോദരൻ സഹോദരിയുടെ മേൽ കേസ് ഫയൽ ചെയ്യുകയാണ് സ്വത്തിൻ്റെ പേരിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ? ഇപ്പോൾ സഹോദരൻ ലാൻഡ് ഗ്രാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് സഹോദരിക്ക് സഹിക്കാൻ പറ്റുന്നില്ല? ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ചോദിക്കുമ്പോൾ പല തരത്തിൽ നമുക്ക് റെസ്പോൺസ് ഉണ്ടാകും. പക്ഷേ ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: അത് സഹോദരന് അതങ്ങ് വിട്ടുകൊടുത്തുകൂടെ എന്നൊരു ചോദ്യം കൂടിയാണ് പൗലോസ്ലീഹ ചോദിക്കുന്നത്. അതായത് അത്രയും ആഴത്തിലുള്ളൊരു വിശ്വാസമുള്ളവർക്ക് മാത്രമേ അത് സാധ്യമുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മളൊക്കെ ചോദിക്കേണ്ടത്, നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ എത്രയൊക്കെ വിശ്വാസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൻ്റെ സുഖത്തിൽ നമ്മളങ്ങ് ഭ്രമിച്ച് ജീവിക്കുകയാണ്. നമുക്കൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതെൻ്റെ സഹോദരനായാൽ പോലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ കോടതിയിൽ പോയി ഞാൻ കേസ് കൊടുത്താൽ എൻ്റെ ലാൻഡ് ഞാൻ തിരിച്ചു വാങ്ങും എന്ന് നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വിശ്വാസി അല്ലാത്തത് കൊണ്ടും കൂടിയാണെന്നാണ് ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ ഇതുമൂലം നമുക്ക് സഹിക്കാൻ ഉള്ള ഒരു കഴിവ് ദൈവം എല്ലാവർക്കും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. നമുക്ക് പലപ്പോഴും അത് ദൈവത്തിന് വേണ്ടി അത് സഹിക്കാൻ നമ്മൾ തയ്യാറല്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും ഈസി റിസൾട്ടിന് വേണ്ടി നമ്മൾ ഓടും. അതെവിടേക്കാണ്? കോടതിക്ക് പോവും, പോലീസ് സ്റ്റേഷനിൽ പോവും. അപ്പോൾ നമുക്ക് വേഗം അത് സോൾവ് ചെയ്ത് കിട്ടുമല്ലോ. പക്ഷെ നമുക്കൊരിക്കലും പ്രാർത്ഥിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്താൻ അത്രമാത്രം, കാരണം ദൈവത്തിൻ്റെ യഥാസമയത്തെ പ്രവർത്തിക്കുകയുള്ളൂ. നമ്മൾ ഓടിപ്പടഞ്ഞാലും ദൈവത്തിൻ്റെ യഥാസമയം ആകുമ്പോൾ മാത്രമേ ദൈവം നടക്കുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഒത്തിരി സാക്രിഫൈസസ് ചെയ്യേണ്ടി വരും, ഒത്തിരി നമുക്ക് ഉപവസിക്കേണ്ടി വരും. പക്ഷെ അതൊന്നും സഹിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് നമ്മളെപ്പോഴും ആദ്യം തന്നെ വേഗം പോയിട്ട് നമ്മൾ ഫ്രണ്ട്സിനോട് പറയും, അല്ലെങ്കിൽ ഇവരോട് പറയും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവും, അല്ലെങ്കിൽ കോടതിയിൽ പോവും. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ശരിക്കും നമ്മളൊരു വിശ്വാസിയാണോ എന്ന
നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തണം എന്നാണ് ഈ ഒരു അധ്യായത്തിലൂടെ, 6-ാം അധ്യായത്തിലൂടെ 1 തൊട്ട് 11 വരെയുള്ള വചനങ്ങളിലൂടെ പൗലോസ് ശ്ലീഹ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം. ഞാനൊരു വിശ്വാസിയാണെങ്കിൽ എനിക്ക് നീതിയാണോ സഹനമാണോ ഏറ്റവും പ്രാധാന്യമുള്ളത്? നീതിയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പോകേണ്ടത് ഒരു എന്താ പറയുക, സ്പിരിച്വൽ സപ്പോർട്ടാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഒരു വഴിയിലേ മാത്രമാണ് നമ്മൾ ലീഗൽ സപ്പോർട്ടിലേക്കൊക്കെ പോകാൻ പാടുകയുള്ളൂ. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ തന്നെ ഒരുക്കേണ്ടത് സഹനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്: സഹനമാണോ നീതിയാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ പൗലോസ് നമുക്ക് കാണിച്ചു തരുന്നത് അതായത് 1 കൊറിന്ത്യൻസ് ചാപ്റ്റർ 6 1-11 വരെയുള്ള വചനങ്ങളിലൂടെ പൗലോസ് നമുക്ക് ഉത്തരം നൽകുന്നത് സഹനം തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. സ്വന്തം സഹോദരന് വേണ്ടി സഹിക്കാൻ തയ്യാറാവുക, അതാണ് ദൈവത്തിൻ്റെ കണ്ണിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. അല്ലാതെ നീതിക്ക് വേണ്ടി ഓടി നടക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ നീതി കിട്ടാൻ വേണ്ടി നമുക്ക് സഹനം എടുക്കുകയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ഈ ഒരു അധ്യായത്തിലൂടെ നമുക്ക് പൗലോസ് കാണിച്ചു തരികയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. എത്രയൊക്കെ നമ്മൾ വിശ്വാസിയാണെന്ന് പറഞ്ഞാലും പലപ്പോഴും നമ്മൾ തോൽവി സമ്മതിക്കേണ്ടി വരും. കാരണം നമ്മൾ അത്രമാത്രം ആഴത്തിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ആരും കടന്നു ചെന്നിട്ടുണ്ടാവുകയില്ല. ഉണ്ടോ ഇല്ലയോ എന്നത് വിലയിരുത്തേണ്ട ഒരു അധ്യായം കൂടിയാണിത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.